വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഒരു കുറേ നാളത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നോക്കിയപ്പോൾ എൻ്റെ മൂക്കുമ്പോൾ നിറച്ച് ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോകുന്നുണ്ട്. ഡ്രൈനെസ് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നല്ലോണം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസിലാണെങ്കിൽ ഇപ്പം നിറച്ച് പിമ്പിൾസ് വരുന്നത്. നിറച്ച് പിമ്പിൾസ് എന്ന് വെച്ചാൽ ചെറിയതായിട്ടുള്ള പിമ്പിൾസ് ആണ് വരുന്നത്. അതിനാണെങ്കിൽ ചെറുതായിട്ട് ചൊറിച്ചിലും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെ കാണിച്ചിട്ടൊന്നും കുറയുന്നില്ല. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ആകെ പ്രാന്ത് പിടിച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ. എനിക്ക് പിന്നെ സൈനസൈറ്റിസിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നേസിൽ സ്പ്രേ ആയിരുന്നു ഇപ്പം ഞാൻ അടിച്ചത്. അതിൻ്റെ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുത്തു, പിന്നെ ബ്ലഷ്, പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഇടുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തിനാ പോകണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ നോസ് പിയേഴ്സിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മൂക്ക് കുത്താന്ന് പറയുന്നത് എൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇത്ര നാളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഈ മൂക്ക് കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമായിട്ടല്ല ഇവരൊന്നും കണ്ടേക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ പറയുമ്പോൾ സമ്മതിക്കാറില്ല. പിന്നെ ഒരു ദിവസം മമ്മിയോടാണ് ഞാൻ പറയാറ് ഇങ്ങനെ മൂക്ക് കുത്തണമെന്ന്. പക്ഷെ മമ്മി പറയും വേണ്ട, രസം ഉണ്ടാവില്ല, തമിഴത്തികളുടെ പോലെ ആവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് എന്നെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ മമ്മിയുടെ ബർത്ത്ഡേ ടൈമിൽ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആൾ മൂക്കുത്തിയായിരുന്നു. ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞു മമ്മിയോട്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നപ്പോൾ മമ്മി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴെന്തിനാ മമ്മി കുത്തിയെ ഞാൻ ചോദിച്ചു. അപ്പോൾ മമ്മിയുടെ മനസ്സിൽ പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ആൾക്ക് അത് നടത്താൻ പറ്റിയത്. എന്തായാലും കഥ ഇവിടെ വരാൻ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഹെയർ സ്റ്റൈൽ ചെയ്ത് വേണമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഹെയർ ഒന്ന് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റാണ് ഇപ്പം മുടി ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ആയിട്ട് ഇടാം. 2-3 ഹെയർ സ്റ്റൈൽ ഞാൻ നോക്കിയെങ്കിലും പക്ഷെ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആവണ്ടായിരുന്നില്ല. പിന്നെ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും മുടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് ലാസ്റ്റ് പോണിറ്റയിൽ അങ്ങോട്ട് കിട്ടി. അതാകുമ്പോൾ സുഖമാണല്ലോ, ഒതുങ്ങി മുടിയോടെ ഇരുന്നോളും വരുന്ന വരെ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇവിടെ ഇങ്ങനെ താളം ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബസ് അതിൻ്റെ വഴിക്ക് പോകും. അപ്പം നമുക്ക് എന്തായാലും പതുക്കെ ഇറങ്ങാൻ വേണ്ടി നോക്കാം. ബാക്കി അവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും. എനിക്ക് ചെറുതായൊരു ടെൻഷൻ ഇല്ലാതില്ല, എന്നാലും എനിക്ക് പെയിൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ആ സമയം നോക്കാം. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇതേ പോയോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബസ്സൊക്കെ കയറി നമ്മൾ ജ്വല്ലറിയിലെത്തി. നമ്മൾ ഇരിഞ്ഞാലക്കുടയിലുള്ള ചുങ്കം ജ്വല്ലറിയിലാണ് പോയത്. എന്നിട്ട് ആദ്യം നോസ് പിൻ എടുക്കണ്ടേ, എന്നിട്ട് വേണം നമുക്ക് നോസ് പീഴ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള തെരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിക്ക് അവിടെ ചെന്നപ്പോൾ വെള്ളവും ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർക്ക് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവൾ സെറ്റായിട്ടിരിക്കണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു കുഞ്ഞി കല്ല് മതിയെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വന്നപ്പോൾ ഒരേ ഒറ്റ കല്ലിൻ്റെ വലിപ്പം തന്നെ ഉള്ളൂ, പക്ഷെ 4 കല്ലുണ്ട് ഇതിന്. എനിക്കിത് വെച്ചിട്ട് ഭംഗിയുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് അങ്ങോട്ട് ഫിക്സ് ചെയ്തു. അതാണ് എനിക്ക് കുത്തി. നമ്മൾ 3 നോസ് പിൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ചേച്ചിക്ക്, ഒരെണ്ണം ഒരു ജസ്റ്റ് ഒരു കമ്പി ഗോൾഡിൻ്റെ റിങ്ങില് അത്. അപ്പം നമ്മളതൊക്കെ മേടിച്ചപ്പോൾ അവർ നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതിനെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ തന്നെ അതൊരു ഐസ്ക്രീം ബൗള് പോലത്തെ ഒരു സംഭവമായിരുന്നു. എൻ്റെ വീട്ടിൽ ഫസ്റ്റ് മൂക്കുത്തിയത് മമ്മി എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ കുത്താനുള്ള ഫ്രീഡം ആയില്ലോ. ഇപ്പോൾ വന്നപ്പോൾ മമ്മിക്കും കുത്തേണ്ട വന്നു. കാരണം മമ്മിയുടെ ഓൾറെഡി പഴുത്തിട്ട് അത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മിക്കും രണ്ടാമത് കുത്തേണ്ട വന്നു. പിന്നെ ചേച്ചിയെ കുത്താനുണ്ടായിരുന്നു, എനിക്കും. ഞങ്ങൾ എനിക്ക് വെച്ചിട്ട് ഭംഗി ഉണ്ടാവുമോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പൊട്ട് പോലത്തെ സാധനം ആ ചേട്ടൻ വെച്ച് നോക്കുകയാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് വേദന ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് അവിടെ നിന്ന് അളവൊക്കെ മീൻസ് പോയിൻ്റൊക്കെ കറക്റ്റാക്കി നോക്കുന്നത്. എന്നിട്ട് ഞാൻ കറക്റ്റാക്കിയിട്ട് വെച്ച് നോക്കി, ജസ്റ്റ് ഒരു പൊട്ട് പോലത്തെ സംഭവം വെച്ച് നോക്കി. അപ്പോൾ ഓക്കെ, അത് മതി. പൊസിഷനുകൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് ആളൊരു ഓയിൽമെൻറ്റ് പോലത്തെ ഒരു സംഭവം അവിടെ അപ്ലൈ ചെയ്തിട്ട് ഒറ്റ കുത്തല്. ഓ, എൻ്റെ ജീവനാ പോയി. ആ നിലവിൽ
ശബ്ദം നിങ്ങളെല്ലാവരും കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കണ്ടില്ലേ എൻ്റെ നോസ്പിൻ, ഒരു 4 കല്ലുള്ള നോസ്പിനാണ് ഞാൻ എടുത്തത്. ഒരു കുഞ്ഞു കല്ലെടുക്കാൻ പോയി ഞാൻ 4 കല്ലുകളൊക്കെ എടുത്ത് ഇന്നലെ കുത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അത് സെറ്റായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒറ്റക്കല്ലിൻ്റെ അടുത്ത, മമ്മിയുടെയും ഒരു കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി വലുപ്പം കൂടി ഒരു ഒറ്റക്കല്ലുള്ളത്. അപ്പോൾ പിന്നെ എല്ലാം ഒരുപോലത്തെ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറി ഇടാണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കാണുന്നവർക്ക് എങ്ങനെയുണ്ട്? എൻ്റെ മൂക്കുത്തി ചേരുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ മൂക്കുത്തിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കഫേയിൽ കയറി. അവിടെ കയറിയിട്ട് നമ്മൾ കുത്തുപൊറോട്ടയും പിന്നെ ലൈമും പിന്നെ ഒരു കേക്കൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. ഇത് ഇരിഞ്ഞാലക്കുടയിലുള്ള കച്ചേരി വളപ്പാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുള്ള സ്ഥിരം സ്പോട്ടാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ് കയറി വീട്ടിലേക്ക് പോയി. എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും ഇനി നോസ്പിന്നെ കുത്തണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവില്ലേ? എന്തായാലും എല്ലാം അതിൻ്റേതായ സമയത്തിന് നടക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഒന്നാമത്തെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അവർ വേണ്ട ചീത്ത പറയുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡാഡിനെ ചീത്ത വെക്കുന്നൊക്കെ മമ്മി പറഞ്ഞിട്ട് എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. എന്നിട്ട് കഴിഞ്ഞ മമ്മിയുടെ ഡിസംബറിൽ ഉണ്ടായിരുന്ന ബർത്ത്ഡേക്ക് ഡാഡി തന്നെ കൊണ്ടുപോയിട്ടാണ് മമ്മിക്ക് മൂക്കുത്തി കൊടുത്തത്. എന്താല്ലേ? അങ്ങനെ ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാവരും ഇപ്പോൾ മൂക്കുത്തി. 2 ആൺപിള്ളേർ മാത്രം മൂക്കുത്തിയിട്ടില്ല. അതായത് ഡാഡിയും അനിയനും മാത്രം മൂക്കുത്തിയിട്ടില്ല. ബാക്കി ഞങ്ങൾ 3 പേരും മൂക്കുത്തി. മമ്മി പറഞ്ഞുകൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ ഇത്ര നാളും പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചത്. കാരണം എനിക്ക് ഭംഗി ഉണ്ടാവുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൂക്കുത്തി എങ്ങനെയുണ്ടെന്നും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.